ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരു പെർഫെക്റ്റ് സാമ്പാർ റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല മണം രുചിയൊക്കെയുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിയിലോട്ടൊക്കെ പോകാം. ആദ്യം തന്നെ ഞാൻ കുക്കറിലേക്ക് ഒരു 2 കപ്പ് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഒരു 3/4 കപ്പോളം പരിപ്പാണ് കേട്ടോ. സാമ്പാർ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, വെറുതെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1-2 വിസിൽ കൊടുത്തതിന് ശേഷം ഞാൻ ഒരു പ്രഷർക്ക് ഒന്ന് കളഞ്ഞതിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് കുക്കറിൻ്റെ. എന്നിട്ട് ഇതിലേക്ക് നമുക്കിതാ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു കഷ്ണം വെള്ളരിക്ക, ഒരു കഷ്ണം പടവലങ്ങ, ഒരു കഷ്ണം ഒരു ചുരക്കയും, പിന്നെ ഒരു കഷ്ണം പീണിക്ക, ഒരു ക്യാരറ്റ്, പിന്നെ 2-3 തൊണ്ടൻ മുളക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം കട്ടക്കായൊക്കെ ചേർത്തെടുക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്താണോ അതനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഇന്നതിന് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത്രയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരൊറ്റ വിസിൽ മതിയെ. പച്ചക്കറി നമ്മൾ ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരൊറ്റ വിസിലെടുത്തിട്ട് അതൊന്ന് മാറ്റി. ഇനി ഞാൻ അതൊരു പാൻ നടപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും, പിന്നെ ഒരു 4-5 വെണ്ടയ്ക്ക ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്, പിന്നെ ഒരു 3 തക്കാളിയും 2-3 ചെറിയ കുഞ്ഞു സവാള കേട്ടോ. അതാണ് കുഞ്ഞു സവാള കേട്ടോ. അതാണ് ഒരു 3 എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി ഒന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ്. നമ്മളെ കയ്യിലുള്ള സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സാമ്പാർ ആ ഒരു പൊടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ആവശ്യമുള്ളവർ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടെ. വേറെ സംഭവമൊന്നുമില്ല. കുറച്ച് മല്ലിയും ജീരകവും പിന്നെ അതുപോലെ തന്നെ ഉലുവയൊക്കെ ചേർത്തൊന്ന് വറുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് വഴറ്റി ഒരു പൊടിയിലേക്ക് ഒരു പച്ച ചുവന്ന് മാറി വന്നതിന് ശേഷം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളി നമ്മൾ ഓവറാക്കരുത് കേട്ടോ. സാമ്പാറിന് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു കൂട്ടും കൂടെ ആ ഒരു കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സാമ്പാർ മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പാത്രം ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം കേട്ടോ. ആ ഒരു അരപ്പ് അത്യാവശ്യം ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ ഒരു കറക്റ്റ് ആ ഒരു കറിയുടെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഒരല്പം കുറവായതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചൊരു 5-6 മിനിറ്റ് 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാകും. പിന്നെ അതാ ഒരു പാനിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും 5-6 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചതാണേ. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ഉണ്ടമുളകായതുകൊണ്ട് ഒരു 4-5 എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതൊക്കെ ചേർത്ത് പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് ആ ഒരു കൂട്ടും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മണം രുചിയൊക്കെയുള്ള സാമ്പാറോടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചൊന്ന് മാറ്റി വയ്ക്കും. ആ ഒരു നമ്മൾ വറുത്തൊഴിച്ചതിൻ്റെ ഒരു സ്മെല്ലൊക്കെ സാമ്പാറിലേക്ക് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ആ ഒരു സാമ്പാർ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പപ്പടവും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും കഴിക്കോ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. പക്ഷേ നമ്മളെ വീട്ടിലിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പവും സാമ്പാറും പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പപ്പടമൊക്കെ പൊരിച്ചതും ഇത്രയും കൂടെ കൂട്ടി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കഴിച്ച് നോക്കിയിട്ടില്ലാത്തവർ ഈ ഒരു കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്തായിരുന്നാലും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാനത് പറ്റിയൊരു അപ്പമൊക്കെ നമ്മൾ നോർമൽ ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പേജിലൊക്കെ. ഈ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നും അതിൻ്റെ ഒരു മാവരയ്ക്കുന്നതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാ കുറച്ച് മുട്ടയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് സവാളയും ഉപ്പൊക്കെ ഇട്ടിട്ട് മുട്ടയിലൊന്ന് ബീറ്റ് ചെയ്ത് അതുപോലെ അതും ഒന്ന് പൊരിച്ചൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഞാൻ ചുട്ടൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ മുട്ടയൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിൽ ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല മണം കേട്ടോ, നല്ല മണം രുചിയൊക്കെയുള്ള സാമ്പാറാണ്. പുളി ഉപ്പൊക്കെ നമ്മളെപ്പോഴും ഒരു കറക്റ്റായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഏതൊരു കറിക്കായിരുന്നാലും നമ്മൾ ആ ഒരു പുളി ഉപ്പൊക്കെ കറക്റ്റായിട്ട് ചേർത്താൽ മാത്രമേ അതിന് നല്ലൊരു സ്വാദ് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവിൻ്റെയൊക്കെ വ്യത്യാസം വരുത്താം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായത് പാത്രമൊക്കെ കഴുകാൻ കാണുമല്ലോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 പച്ച വാഴയ്ക്കയില അതാണ് എടുത്തിട്ടുള്ളത്. ഏത്തൻ വാഴയ്ക്കയില അതാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് അങ്ങനെ മാറ്റിയൊന്ന് വെക്കുക, വെള്ളത്തിലിട്ടൊന്ന് വെക്കുക. അതിന് ശേഷം അതെടുത്തിട്ട് ഒരു 3-4 നീളത്തിൽ ഇങ്ങനെ സ്ലൈസാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടും. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടൊന്ന് വയ്ക്കാം. 5-6 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതിയാകും.
അതിനുശേഷം ഒരു 2-3 തവണ ഒന്ന് കഴുകിയതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനി ഇതാ ഒരു മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8-10ഓളം ചെറിയ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതും പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 5-6 വറ്റൽമുളകും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഒന്ന് ചതച്ച് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. അപ്പം നമുക്ക് എളുപ്പത്തിനായിട്ട് ഞാൻ അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ആ ഒരു വാഴയ്ക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഓവറായിട്ട് നമ്മൾ കുക്കായി പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് കുക്കായി വരികയും ചെയ്യണം കേട്ടോ. അതിന് വേണ്ടി അങ്ങനത്തെ ഒരു രീതി വേണം നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് തന്നെ ഒരു ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ല അതിൽ നിന്ന് 1 ടീസ്പൂണോളം ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് പെരിഞ്ജീരകപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. പെരിഞ്ജീരകപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം. ഇത് രണ്ടും ചേർക്കണ്ടെങ്കിൽ വേണ്ട, അതും നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തൊന്നും മാറ്റി വയ്ക്കും. ഞാനതൊരു പാൻ നടപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഇങ്ങനെ ഒരു മുളക് ഇങ്ങനെ ചൂടായി വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു കായം കൂടെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് അതൊന്ന് ഫ്രൈ, അതായത് ഒന്ന് ആ ഒരു മസാലയ്ക്ക് ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ചൊന്ന് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലൊന്ന് വഴറ്റി ഈ ഒരു പാകത്തിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഒരു 3/4 കപ്പോളം വേവിച്ച് വെച്ചിട്ടുള്ള മൺപയറിലെ അതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ടേസ്റ്റിനായിട്ട് ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മത്തി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. നമ്മളിത് രാവിലെ പപ്പടം പൊരിച്ച ഒരു ഓയിലുണ്ട്, വെളിച്ചെണ്ണയാണ്. അപ്പം അതുകൊണ്ട് ഇത്രയും ഉണ്ടല്ലോ കളയാൻ മടിച്ചിട്ട് നമുക്കതിൽ തന്നെ ആ ഒരു ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പപ്പടം പൊരിച്ച എണ്ണയിൽ മീൻ പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്തെടുക്കാം. അപ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ലഞ്ച് റെഡി ആവുന്നുണ്ട്. ഇനി കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഗ്യാസ് തന്നെയൊക്കെയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും ചൂടാക്കി ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തേച്ച് നന്നായിട്ട് എല്ലായിടത്തും എണ്ണ ഇങ്ങനെ തടവി ഇങ്ങനെ വെക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കും. ഈ പാത്രങ്ങളെല്ലാം അതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കുറുവരിച്ചോറാണ്. കുറുവരിച്ചോറും പിന്നെ ആ കായും മൺപയറും കൂടെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയത്. പിന്നെ രാവിലത്തെ സാമ്പാർ ഉണ്ടായിരുന്നില്ല, അതും പിന്നെ ഒരു ചാള പൊരിച്ചത്. അപ്പോൾ നല്ല സൂപ്പർ കോംബോയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.